നമസ്കാരം. ആഗോള ഭൗമരാഷ്ട്രീയ സമവാക്യങ്ങളിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് റഷ്യ തങ്ങളുടെ അത്യാധുനിക എയർബോൺ കമാൻഡ് പോസ്റ്റ് അഥവാ ഡൂംസ്ഡേ വിമാനം ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലേക്ക് അയച്ച വാർത്ത അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സൈനിക ഇടപെടലുകളും മിഡിൽ ഈസ്റ്റിലെ വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങളും നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ മോസ്കോയുടെ ഈ അപ്രതീക്ഷിത നീക്കം കേവലം ഒരു നയതന്ത്ര സന്ദർശനത്തിന് അപ്പുറം ആഴത്തിലുള്ള തന്ത്രപരമായ സന്ദേശമാണ് ലോകത്തിന് നൽകുന്നത്. ആണവ യുദ്ധം പോലുള്ള അതീവ ഗുരുതരമായ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പോലും ആകാശത്തിരുന്ന് സൈന്യത്തെയും രാജ്യത്തെയും നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന ഇത്തരം വിമാനങ്ങൾ ഒരു വിദേശ രാജ്യത്ത് അയക്കുക വഴി റഷ്യയും ഇറാനും തമ്മിലുള്ള സൈനിക നയതന്ത്ര സഹകരണം പുതിയ തലത്തിലേക്ക് ഉയരുകയാണെന്നാണ് പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നത്. പശ്ചിമേഷ്യയിലെ മാറിക്കൊണ്ടിരിക്കുന്ന ശക്തിബലങ്ങളെയും റഷ്യയുടെ ഭൗമരാഷ്ട്രീയ താൽപര്യങ്ങളെയും ഈ നീക്കം എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. റഷ്യൻ പ്രസിഡന്റിന്റെ പ്രത്യേക ഫ്ലൈറ്റ് സ്ക്വാഡ്രന്റെ ഭാഗമായ ഡുപോളേവ് എന്ന വിമാനം ഇറാന്റെ ഇമാം ഖൊമേനി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറക്കിയത് വെറുമൊരു സാധാരണ സംഭവമല്ല. സാധാരണയായി ഇത്തരം വിമാനങ്ങൾ ആഭ്യന്തര സുരക്ഷാ ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ രാജ്യാന്തര തലത്തിൽ അതീവ നിർണായകമായ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴോ മാത്രമാണ് വിന്യസിക്കാറുള്ളത്. ഇറാന്റെ സൈനിക പശ്ചാത്തല സൗകര്യങ്ങൾക്ക് നേരെ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ആക്രമണങ്ങൾ കടുക്കുന്ന സമയത്താണ് ഈ വിമാനത്തിന്റെ വരവെന്നത് ശ്രദ്ധേയമാണ്. റഷ്യൻ സൈന്യം നേരിട്ട് യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങുന്നില്ലെങ്കിൽ പോലും വാഷിംഗ്ടണിനും അതിന്റെ സഖ്യകക്ഷികൾക്കും ശക്തമായൊരു മുന്നറിയിപ്പ് നൽകാൻ മോസ്കോ ഇതിലൂടെ ശ്രമിക്കുന്നുണ്ട്. ഞങ്ങൾ ഇറാന്റെ കൂടെയുണ്ടെന്നും ഏത് കടുത്ത സാഹചര്യത്തിലും ഉയർന്ന തലത്തിലുള്ള ആശയവിനിമയത്തിനും ഏകോപനത്തിനും ഞങ്ങൾ സജ്ജരാണെന്നുമുള്ള സന്ദേശമാണ് ഇതിലൂടെ കൈമാറുന്നത്. യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യ പലതവണ ആണവായുധ പ്രയോഗത്തെക്കുറിച്ച് സൂചനകൾ നൽകിയിട്ടുള്ള സാഹചര്യത്തിൽ ഈ ഡൂംസ്ഡേ വിമാനത്തിന്റെ സാന്നിധ്യം അന്താരാഷ്ട്ര സമൂഹത്തെ കൂടുതൽ ആശങ്കപ്പെടുത്തുന്നുമുണ്ട്. ഭൂമിയിലെ ആശയവിനിമയ സംവിധാനങ്ങളും കമാൻഡ് സെന്ററുകളും യുദ്ധത്തിലോ ആണവ ആക്രമണത്തിലോ തകർക്കപ്പെട്ടാൽ ആകാശത്തിരുന്ന് രാജ്യത്തിലെ ഭരണാധികാരികൾക്ക് തങ്ങളുടെ തന്ത്രപരമായ ആണവ ശക്തികളെയും സൈന്യത്തെയും നിയന്ത്രിക്കാൻ സാധിക്കുന്ന രീതിയിലാണ് ഡൂംസ്ഡേ വിമാനങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. റഷ്യയും അമേരിക്കയും മാത്രമാണ് ഇത്തരത്തിലുള്ള ആധുനിക പറക്കും കമാൻഡ് പോസ്റ്റുകൾ വലിയ തോതിൽ നിലനിർത്തുന്നത്. റഷ്യയുടെ പക്കലുള്ള ഏറ്റവും പ്രശസ്തമായ ഡൂംസ്ഡേ വിമാനം ഇല്യൂഷൻ 180 മാക്സ്റ്റോം ആണ്. ഇതിനെ പറക്കുന്ന ക്രെംലിൻ എന്നാണ് വിളിക്കാറുള്ളത്. ആണവ വികിരണങ്ങളിൽ നിന്നും ഇലക്ട്രോമാഗ്നറ്റിക് പൾസുകളിൽ നിന്നും ഉള്ളിലുള്ള VVIPകളെയും സെൻസിറ്റീവ് ഇലക്ട്രോണിക് ഉപകരണങ്ങളെയും സംരക്ഷിക്കുന്നതിനായി ഈ വിമാനങ്ങൾക്ക് കോക്പിറ്റ് വിൻഡ്ഷീൽഡ് ഒഴികെ മറ്റ് ജനലുകളൊന്നും ഉണ്ടാകാറില്ല. അതിവേഗ ഉപഗ്രഹ ആശയവിനിമയ സംവിധാനങ്ങളും സമുദ്രത്തിനടിയിലുള്ള സബ്മറൈനുകളുമായി ബന്ധപ്പെടാനുള്ള അത്യാധുനിക ആന്റിനകളും ഈ വിമാനത്തിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. നിലവിൽ ഇതിലും കരുത്തുറ്റതും ഇരട്ടി ദൂരപരിധിയുള്ളതുമായ 196-400 മീറ്റർ എന്ന പുതിയ തലമുറ ഡൂംസ്ഡേ വിമാനങ്ങൾ റഷ്യ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊപ്പം തന്നെയാണ് ഇപ്പോൾ ഇറാനിലേക്ക് അയച്ച Tu-21-4PU പോലുള്ള തന്ത്രപ്രധാന വിമാനങ്ങളും റഷ്യൻ വ്യോമസേനയുടെ കരുത്തായി നിലകൊള്ളുന്നത്. മറുഭാഗത്ത് അമേരിക്കയും തങ്ങളുടെ ബോയിങ് E-4B നൈറ്റ് വാച്ച്, ബോയിങ് E-6 മെർക്കുറി തുടങ്ങിയ നാഷണൽ എയർബോൺ ഓപ്പറേഷൻ സെന്ററുകൾ സജ്ജമാക്കി നിർത്തിയിട്ടുണ്ട്. ശീതയുദ്ധകാലത്തിന്റെ ബാക്കി പത്രമായ ഈ വിമാനങ്ങളിൽ സൈനിക തന്ത്രജ്ഞർക്കും ആശയവിനിമയ വിദഗ്ധർക്കും ഒരുമിച്ചിരുന്ന് യുദ്ധം നിയന്ത്രിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളുമുണ്ട്. സൈബർ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ഡിജിറ്റൽ സംവിധാനങ്ങൾക്ക് പുറമെ പരമ്പരാഗത അനലോഗ് ഉപകരണങ്ങളും US ഇവയിൽ നിലനിർത്തുന്നു. അമേരിക്കൻ പ്രസിഡന്റ് വടക്കേ അമേരിക്കയ്ക്ക് പുറത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ ഒരു E-4B വിമാനം അദ്ദേഹത്തിന്റെ ലക്ഷ്യസ്ഥാനത്തിനടുത്തുള്ള ഏതെങ്കിലും വ്യോമതാവളത്തിൽ എപ്പോഴും സജ്ജമായി നിലനിർത്തിയിരിക്കും. നിലവിൽ US തങ്ങളുടെ ഈ പഴയ വിമാനങ്ങൾക്ക് പകരം കൂടുതൽ ആധുനികമായ സർവൈബിൾ എയർബോൺ ഓപ്പറേഷൻ സെന്റർ പദ്ധതിയുമായി മുന്നോട്ട് പോവുകയാണ്. ചൈനയോ ഇന്ത്യയോ നിലവിൽ ഇത്തരത്തിലുള്ള വലിയ ഡൂംസ്ഡേ വിമാനങ്ങൾ ഉപയോഗിക്കുന്നില്ല എങ്കിലും ആഗോളതലത്തിൽ ആണവ ശക്തികൾ തങ്ങളുടെ വ്യോമ കമാൻഡ് സംവിധാനങ്ങൾ നവീകരിക്കുന്നത് തുടരുകയാണ്. ഇറാനിൽ റഷ്യൻ ഡൂംസ്ഡേ വിമാനം എത്തിയതിന്റെ യഥാർത്ഥ ലക്ഷ്യം സുരക്ഷിതമായ ഒരു മൊബൈൽ ആസ്ഥാനം ഒരുക്കുക എന്നതാണ്. വിദേശ ഇന്റലിജൻസ് ഏജൻസികൾക്കോ സൈന്യങ്ങൾക്കോ ചോർത്താൻ കഴിയാത്ത വിധത്തിലുള്ള അത്യാധുനിക ആശയവിനിമയ സംവിധാനങ്ങളാണ് ഈ വിമാനത്തിലുള്ളത്. ഇതിലൂടെ ഇറാന്റെയും റഷ്യയുടെയും ഉന്നത ഉദ്യോഗസ്ഥർക്ക് യാതൊരുവിധ നിരീക്ഷണ ഭീഷണിയുമില്ലാതെ അതീവ രഹസ്യമായ ചർച്ചകൾ നടത്താൻ സാധിക്കും. മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും നീക്കങ്ങളെ ചെറുക്കാൻ ഇറാനെ സാങ്കേതികമായും തന്ത്രപരമായും സഹായിക്കുക എന്നതും റഷ്യയുടെ ലക്ഷ്യമായിരിക്കും. യുക്രൈൻ യുദ്ധത്തിനു ശേഷം പാശ്ചാത്യ രാജ്യങ്ങൾ ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ റഷ്യയും ഇറാനെയും പരസ്പരം കൂടുതൽ അടുപ്പിച്ചിട്ടുണ്ട്. ഇറാന്റെ ഡ്രോണുകളും മിസൈൽ സാങ്കേതിക വിദ്യകളും റഷ്യയ്ക്ക് സഹായകമാകുമ്പോൾ റഷ്യ തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും തന്ത്രപ്രധാന പിന്തുണയും ഇറാന് നൽകുന്നു. ഈ കൂട്ടുകെട്ടിന്റെ ഏറ്റവും ഒടുവിലത്തെയും ശക്തവുമായ തെളിവാണ് ടെഹ്റാനിലെ റഷ്യൻ വിമാനത്തിന്റെ സാന്നിധ്യം. ആഗോളതലത്തിൽ ആയുധ
നിയന്ത്രണ കരാറുകളെല്ലാം നിശ്ചലമാവുകയും അമേരിക്കയും ചൈനയും റഷ്യയും തങ്ങളുടെ ആണവായുധ ശേഖരം നവീകരിക്കാൻ മത്സരിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ഈ സാഹചര്യത്തിൽ റഷ്യൻ ഡൂംസ്ഡേ വിമാനം ഇറാന്റെ മണ്ണിലിറങ്ങിയത് പാശ്ചാത്യ രാജ്യങ്ങൾക്ക് വലിയൊരു ഭീഷണിയായിട്ടാണ് അനുഭവപ്പെടുന്നത്. ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു രാജ്യത്തെയും ഭരണാധികാരികൾക്ക് യഥാർത്ഥ യുദ്ധ സാഹചര്യത്തിൽ ഇത്തരം ഡൂംസ്ഡേ വിമാനങ്ങളിൽ അഭയം തേടേണ്ടി വന്നിട്ടില്ല എന്നതും ആശ്വാസകരമാണ്. ഭീകരാക്രമണ സമയത്ത് പോലും അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ഡബ്ല്യു ബുഷ് ഇത്തരം വിമാനങ്ങൾക്ക് പകരം എയർഫോഴ്സ് 1 ആണ് ഉപയോഗിച്ചത്. എന്നിരുന്നാലും വൻ ശക്തികൾ തങ്ങളുടെ തന്ത്രപ്രധാന ആയുധങ്ങളും വിമാനങ്ങളും പ്രദർശിപ്പിക്കുന്നത് ലോകത്തിലെ ഒരു പുതിയ ശീതയുദ്ധത്തിലേക്ക് അനിശ്ചിതാവസ്ഥയിലേക്ക് നയിക്കുന്നുണ്ട്. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ ആഗോള യുദ്ധത്തിലേക്ക് വഴിമാറാതിരിക്കാൻ ഈ വൻശക്തികളുടെ നീക്കങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിക്കേണ്ടതുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലാണ് ടെഹ്റാനിൽ നിന്നുള്ള ഈ വാർത്ത നൽകുന്നത്. എങ്കിലും റഷ്യ പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ നേരിട്ടൊരു സൈനിക പങ്കാളിയായി മാറാനും യുദ്ധത്തിൽ പങ്കുചേരാനും നിലവിലെ സാഹചര്യത്തിൽ സാധ്യത വളരെ കുറവാണ്. ടെഹ്റാനിലെത്തിയ റഷ്യൻ ഡൂംസ്ഡേ വിമാനം ഒരു വലിയ സൈനിക അധിനിവേശത്തിന്റെയോ നേരിട്ടുള്ള യുദ്ധപ്രഖ്യാപനത്തിന്റെയോ ആദ്യ പടിയല്ല, മറിച്ച് അതീവ തന്ത്രപരമായ ചില നയതന്ത്ര പ്രതിരോധ സന്ദേശങ്ങൾ കൈമാറാനുള്ള നീക്കമാണ്. ഉക്രൈൻ യുദ്ധം ആരംഭിച്ചു വർഷങ്ങൾ പിന്നിട്ടിട്ടും അവിടെ റഷ്യൻ സൈന്യത്തിന് വലിയ തോതിൽ വിഭവങ്ങളും ശ്രദ്ധയും കേന്ദ്രീകരിക്കേണ്ടി വരുന്നുണ്ട്. സാമ്പത്തികമായും സൈനികമായും മറ്റൊരു വലിയ യുദ്ധത്തിലേക്ക്, അതും പശ്ചിമേഷ്യ പോലുള്ള സങ്കീർണമായ ഒരു മേഖലയിലേക്ക് നേരിട്ട് സൈന്യത്തെ അയക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ മുതിരാൻ സാധ്യതയില്ല. എന്നാൽ അമേരിക്കയ്ക്ക് പശ്ചിമേഷ്യയിൽ പൂർണ്ണമായ ആധിപത്യം ലഭിക്കാൻ റഷ്യ ആഗ്രഹിക്കുന്നുമുണ്ട്. അതിനായി ഇറാനെ ഒരു പ്രതിരോധ കവചമായി ഉപയോഗിക്കുക എന്നതാണ് റഷ്യയുടെ തന്ത്രം. ഈ പശ്ചാത്തലത്തിൽ ഡൂംസ്ഡേ വിമാനത്തിന്റെ സന്ദർശനത്തെ നേരിട്ടുള്ള യുദ്ധത്തിനുള്ള പുറപ്പാടായല്ല, മറിച്ച് താഴെ പറയുന്ന 3 കാര്യങ്ങളുടെ സൂചനയായി വേണം കാണാൻ. ആദ്യമായി, ഇത് പാശ്ചാത്യ രാജ്യങ്ങൾക്കുള്ള ശക്തമായ ഒരു രാഷ്ട്രീയ മുന്നറിയിപ്പാണ്. ഇറാനെ ആക്രമിച്ചില്ലാതാക്കാൻ നോക്കിയാൽ റഷ്യ അതിനെ വെറുതെ നോക്കി നിൽക്കില്ലെന്നും ഇറാന് പിന്നിൽ തങ്ങളുണ്ടെന്നുള്ള ഭീഷണി മുഴക്കലുമാണിത്. രണ്ടാമതായി, ഇതൊരു സംയുക്ത കമാൻഡ് ആൻഡ് കൺട്രോൾ സംവിധാനത്തിന്റെ ഭാഗമാണ്. അമേരിക്കയുടെ ആക്രമണം ഉണ്ടായാൽ ഇറാന്റെ പ്രതിരോധം തകരാതിരിക്കാൻ ആവശ്യമായ സാങ്കേതിക സഹായവും നിരീക്ഷണ വിവരങ്ങളും സുരക്ഷിതമായി കൈമാറാൻ ഈ വിമാനത്തിലെ ആശയവിനിമയ സംവിധാനങ്ങൾക്കാകും. മൂന്നാമതായി, യുക്രൈൻ യുദ്ധത്തിൽ ഇറാൻ നൽകിയ ഡ്രോൺ മിസൈൽ സഹായങ്ങൾക്ക് പകരമായി ഇറാന് റഷ്യ നൽകുന്ന തന്ത്രപ്രധാന പിന്തുണയുടെ പരസ്യമായ പ്രകടനം കൂടിയാണിത്. ചുരുക്കത്തിൽ, പശ്ചിമേഷ്യയിൽ റഷ്യ തങ്ങളുടെ സൈനികരെ ഇറക്കി നേരിട്ട് യുദ്ധം ചെയ്യില്ല. പകരം ഇറാനുമായുള്ള സൈനിക സാങ്കേതിക സഹകരണം ശക്തമാക്കാനും അവർക്ക് ആധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും രഹസ്യ വിവരങ്ങളും കൈമാറാനും മാത്രമാണ് റഷ്യ തുനിയുക. അതുകൊണ്ട് തന്നെ ഈ വിമാനത്തിന്റെ വരവ് റഷ്യൻ സൈന്യം യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങുന്നതിന്റെ തുടക്കമല്ല, മറിച്ച് അമേരിക്കൻ സൈന്യത്തിന് പശ്ചിമേഷ്യയിൽ കടുത്ത പ്രതിരോധം തീർക്കാൻ ഇറാനെ പ്രാപ്തമാക്കുന്ന റഷ്യൻ തന്ത്രത്തിന്റെ ഭാഗമാണ്. റഷ്യയും ഇറാനും തമ്മിലുള്ള ഈ പരസ്യമായ സൈനിക സഹകരണം മേഖലയിലെ സൗദി അറേബ്യ, UAE തുടങ്ങിയ മറ്റ് അറബ് രാജ്യങ്ങളെ പുനർവിചിന്തനത്തിന് പ്രേരിപ്പിക്കും. ഇറാനുമായി പൂർണ്ണമായ ഒരു യുദ്ധമുണ്ടായാൽ റഷ്യയുടെ സാന്നിധ്യം കാരണം അത് തങ്ങളുടെ സാമ്പത്തിക സുരക്ഷാ മേഖലകളെ തകർക്കുമെന്ന് ഭയന്ന് സംഘർഷം ലഘൂകരിക്കാനുള്ള നയതന്ത്ര ചർച്ചകൾക്ക് ഈ രാജ്യങ്ങൾ മുൻകൈയെടുത്തേക്കാം. ഈ നീക്കം പെട്ടെന്നൊരു 3ാം ലോക മഹായുദ്ധത്തിലേക്ക് നയിക്കില്ല എങ്കിലും പശ്ചിമേഷ്യയിലെ യുദ്ധത്തിന്റെ സമവാക്യങ്ങളെ ഇത് മാറ്റിമറിക്കും. ഒരു വശത്ത് ഇത് അമേരിക്കൻ സഖ്യത്തിന്റെ ആക്രമണങ്ങളുടെ വേഗത കുറയ്ക്കാൻ കാരണമായേക്കാം, എങ്കിലും മറുവശത്ത് വൻശക്തികൾ തമ്മിലുള്ള തന്ത്രപരമായ മത്സരം മേഖലയെ കൂടുതൽ നാളത്തേക്ക് അസ്ഥിരതയിലേക്ക് തള്ളിവിടാനാണ് സാധ്യത. ഈ വാർത്തയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ. വാർത്തകൾ വേഗത്തിൽ അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.